വിശദമായ വാർത്തകളിലേക്കാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ചുരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരോടുള്ള കേന്ദ്രത്തിന്റെ ഒരു അവഗണന തന്നെയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ദിവസം ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയതും. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട്ടിൽ LDFും UDFും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 19 രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ് കാളിദാസൻ, ഇതിൽ പ്രധാനമായും മുന്നണി വ്യത്യാസമില്ലാതെ ഒരു കേന്ദ്രത്തിന്റെ ഒരു മുഖംതിരിവിനോട് LDFും UDFും സമരം ചെയ്യുന്നു. അതിൽ ഒരു ഹർത്താലിലേക്ക് വരെ നീങ്ങുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? മേഘന, കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഒരു നിലപാട് പുറത്തു വന്നത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ പക്ഷത്തുനിന്നും, അല്ലെങ്കിൽ ഭരണപക്ഷമാണെങ്കിലും, നിലവിൽ കേരളത്തിലെ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും വലിയ രീതിയിൽ ഒരു പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ 19-ാം തീയതി വയനാട്ടിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യം UDF ആണ് ഹർത്താൽ നടത്തുന്നതായി പ്രഖ്യാപിച്ചത് 19-ാം തീയതി. ഇതിന് പിന്നാലെ LDFും ഹർത്താൽ അന്ന് 19-ാം തീയതി ഹർത്താൽ സംഘടിപ്പിക്കുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ ഉണ്ടാവുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും അവശ്യ സാധനങ്ങളെ അല്ലെങ്കിൽ അവശ്യ സർവീസുകളെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നും കൂടി വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം ഉയരും എന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിലപാട് പുറത്തു വന്നതിന് പിന്നാലെ രണ്ട് പക്ഷത്തു നിന്നുള്ള നേതാക്കൾ കൃത്യമായി അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണനും ഈ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. കാരണം ഈ ഒരു നിലപാട്, കേന്ദ്രത്തിൻ്റെ ഈ ഒരു നിലപാട് തീർച്ചയായും വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കും എന്ന് തന്നെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റ് നേതാക്കൾ ഇതിൽ തന്നെ ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കളാകട്ടെ വലതുപക്ഷ നേതാക്കളാകട്ടെ കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ ഇതിനൊരു പ്രതിഷേധം അവരെ അറിയിച്ചിരുന്നു. മന്ത്രി R ബിന്ദു ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് തീർത്തും അത്യന്തം അപലപനീയമാണ് ഈ ഒരു നിലപാട് എന്നാണ് മന്ത്രി R ബിന്ദു പറഞ്ഞത്. മാത്രമല്ല അതേപോലെ തന്നെ വലതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും T സിദ്ദിഖ് MLA ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്, കാരണം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചൊരു സാഹചര്യത്തിൽ ഇനിയും ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല. കാരണം പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു നിലപാട് വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാട് വന്നതിൻ്റെ പുറമെ എന്തായാലും, അല്ലെങ്കിൽ ഇത് വന്ന സാഹചര്യത്തിൽ എന്തായാലും ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ല, പ്രതിഷേധം എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് T സിദ്ദിഖ് MLAയും പറഞ്ഞത്. അതേപോലെ തന്നെ വലതുപക്ഷത്തുള്ള അല്ലെങ്കിൽ UDFിലുള്ള മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും ഇതിനെ സംബന്ധിച്ച് പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെ എന്തായാലും പറഞ്ഞിരിക്കുന്നു. കാരണം കേന്ദ്രത്തിൻ്റേത് പക്ഷാപാത നിലപാടാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ നേതാക്കളും ഇതിന് കൃത്യമായൊരു പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ഇതിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ നിലപാട് അറിയിച്ചിരുന്നു. തീർത്തും അനീതിയാണ്, ദുരന്തബാധിതരോട് കാണിക്കുന്ന ഒരു അനീതിയാണ്, അവർ ഇതിൽ കൂടുതൽ അർഹിക്കുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധിയും എന്തായാലും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെ, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു 19-ാം തീയതി തീർച്ചയായും വലിയ രീതിയിലൊരു ഹർത്താൽ തന്നെയാണ് രണ്ട് പക്ഷവും പദ്ധതിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കേന്ദ്ര നിലപാട് എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ കേരളം അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായും പഠനങ്ങൾ എന്തായാലും വേണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ ഈ ഒരു നിലപാട് വന്നതിന് പുറമെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് എന്തായാലും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല. എന്തായാലും ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്, അവർ പരിശോധിച്ച് വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കൂടുതൽ നടപടികൾ എടുക്കും. മാത്രമല്ല അതിന് വേണ്ട ചില ഫണ്ടുകൾ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ കേരളത്തിന് നേരത്തെ ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ കേരളത്തിന് അനുവദിച്ചിരുന്നു എന്നെല്ലാമാണ് കേന്ദ്രം ഇതിൽ പറയുന്ന വാദങ്ങൾ. എന്നാൽ ഇത് പോരാ, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കൂടുതൽ പുനരധിവാസ പദ്ധതികളിലേക്ക് എന്തായാലും കടക്കാൻ സാധിക്കൂ. മാത്രമല്ല പ്രത്യേക പാക്കേജുമായി ബന്ധപ്പെട്ടും
വലിയ ആരോപണങ്ങൾ വിവാദങ്ങളെല്ലാം ഉയരുന്നുണ്ട്. എന്തായാലും 19-ാം തീയതി രണ്ടു പക്ഷം അല്ലെങ്കിൽ LDFിൻ്റെയും UDFിൻ്റെയും ഹർത്താലുണ്ട്. എന്തായാലും ഇതൊരു ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നേരത്തെ മേഘനയും സൂചിപ്പിച്ചിരുന്നു, ഒരു ഒറ്റക്കെട്ടായി മുൻപോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉടലെടുത്തു എന്നുള്ള തരത്തിൽ. പക്ഷേ അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ഇതിനെ സംബന്ധിച്ച് UDFിൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും പറഞ്ഞിരുന്നു, കാരണം ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് സമരം ചെയ്യും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രതിഷേധം അർപ്പിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും ഞങ്ങളുടെ പ്രതിഷേധമെല്ലാം മുന്നോട്ട് പോവുക എന്നാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറഞ്ഞത്. എന്തായാലും അവരുടേതായ രീതിയിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും അവരുടേതായ രീതിയിൽ ഹർത്താലുമായി 19-ാം തീയതി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ആ ഒരു 19-ാം തീയതി എത്തരത്തിലായിരിക്കും, ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം അറിയാൻ എന്തായാലും വരുന്ന സമയങ്ങളിലായിരിക്കും, ഇനിയും വരും ദിവസങ്ങളിലായിരിക്കും അതിനെ സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹർത്താൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ക്രമീകരണങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള മേധാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇടതുപക്ഷവും LDFും UDFും നടത്തുന്നുണ്ട് അന്നത്തെ ഹർത്താൽ വയനാട്ടിൽ. അതുകൊണ്ട് എത്തരത്തിലായിരിക്കും അത് പരിണമിക്കുക എന്ന് നമുക്ക് എന്തായാലും പറയാൻ സാധിക്കില്ല. എന്തായാലും നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് 19-ാം തീയതി കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ, ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കാനാകില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ, അതായത് വയനാടിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇപ്പോൾ LDFും UDFും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 19-ാം തീയതിയാണ് ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ ഉണ്ടാവുക. അവശ്യ സാധനങ്ങളെ, അല്ലെങ്കിൽ അവശ്യ സർവീസുകളെ ഈ ഒരു ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മേഘന. ശരി, ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ഈ മാസം 19-ന് LDFും UDFും പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഒരു ഹർത്താൽ ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംയുക്ത പ്രതിഷേധം എന്ന രീതിയിലല്ല, രണ്ട് മുന്നണികളായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കും, ഹർത്താൽ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് പ്രസാദ് കാളിദാസ് നൽകിയത്.